സോഷ്യൽ മീഡിയയിൽ യാക്കോബായക്കാരുടെ ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ചർച്ച് ബിൽ വരുന്നതിനെ കുറിച്ചും സഭാതർക്കം ഒത്തുതീർക്കുന്നതിനെ കുറിച്ചും യാക്കോബായ അൽമായ ഫോറം പങ്കുവച്ച കുറിപ്പാണ്. യാക്കോബായ സഭ നേതൃസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചില സ്ഥാനീയർ ജയിച്ചാൽ ബില്ല് വരുമെന്ന് പറഞ്ഞാണ് ചില മെത്രാന്മാർ വോട്ട് പിടിച്ചത്. ട്രസ്റ്റിയും സെക്രട്ടറിയും ഇടതനും വലതനുമാണ്. പക്ഷെ ബില്ല് മാത്രം വന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൽമായ ഫോറം നിഷ്പക്ഷത പാലിച്ചതിന് കാരണം ചില സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ബില്ല് വരാതിരിക്കുകയും ചെയ്താൽ ജനം അൽമായ ഫോറത്തെ പഴിക്കും. ഇതിപ്പോൾ പിണറായി സർക്കാരും സഭാ നേതൃത്വവും ഒന്നിച്ച് യാക്കോബായക്കാരെ പറ്റിച്ചു. UDF കാഴ്ചക്കാരായി നിന്ന് വിശ്വാസികളെ പരിഹസിച്ചു. ഈ സന്ദർഭത്തിലാണ് കിറ്റക്സ് സാബു എം ജേക്കബ് സഭാ തർക്കത്തിൽ ഇടപെട്ട് ഇരു കൂട്ടർക്കും തട്ടുകേട് വരാത്ത രീതിയിൽ ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് യാക്കോബായ അൽമായ ഫോറം ആവശ്യപ്പെട്ടത്. സഭയിലെ ഭൂരിപക്ഷവും അത് അംഗീകരിക്കുന്നു. സഭാ കേസിൽ സഭയെ തോൽപ്പിച്ചത് ആരാണെന്ന് അത്താനാസിയോസ് തിരുമേനി പരസ്യമായി പറഞ്ഞിരുന്നു. മെത്രാന്മാരുടെ സ്വകാര്യ സ്വത്ത് സഭയ്ക്ക് എഴുതി കൊടുക്കണമെന്ന് ശ്രേഷ്ഠ ബാവ പറയുന്നു. ചുരുക്കത്തിൽ സഭാതർക്കം മെത്രാന്മാർക്കും ഭരണക്കാർക്കും ഒരു കറവ പശുവാണ്. തർക്കം തീർക്കാൻ അവർ സന്നദ്ധരല്ല. പൊന്മുട്ടയിടുന്ന താറാവിനെ അവർ കൊല്ലില്ല. യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലെ ഓരോ വീടും പരിശോധിച്ചാൽ പരസ്പരം വിവാഹിതരും ബന്ധുമിത്രാദികളുമാണ്. തർക്കത്തിൽ വീട്ടുകാർ തമ്മിൽ കടുത്ത ശത്രുതയും കേസുമുള്ള അനേകരുണ്ട്. പരസ്പരം കൂദാശകളിൽ പങ്കെടുക്കരുതെന്ന് സഭ വിലക്കുമ്പോൾ മെത്രാന്മാർ തന്നെ ഓർത്തഡോക്സുകാരുടെ കൂദാശകളിലും പരിപാടിയിലും പങ്കെടുക്കുന്നു. എക്യൂമെനിക്കൽ വേദികളിലും പങ്കെടുക്കുന്നു. വിശ്വാസികൾ തമ്മിലടിച്ച് മരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കച്ചവടം സ്ഥിരം പരിപാടിയാണ്. ചില സമുദായക്കാർ സമദൂരം പറയുന്നു. ഇവിടെ ഓരോരോ പരിപാടി സംഘടിപ്പിച്ച് നേതാക്കളെ വേദിയിലിരുത്തി സഭയെ സഹായിച്ചവരെ സഹായിക്കണമെന്ന് മെത്രാന്മാർ പറയുന്നു. ഇതാണ് പരസ്യമായ വോട്ട് പിടുത്തം. UDF പറയുന്നു, കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഭരണത്തിലില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഉലത്തി തന്നേനെയെന്ന്. LDF പറയുന്നു, ഞങ്ങളെ വീണ്ടും ജയിപ്പിച്ചാൽ ബില്ല് കൊണ്ടുവരും. കഴിഞ്ഞ 10 വർഷം വേഴാമ്പൽ കാത്തിരുന്നത് പോലെ യാക്കോബായക്കാർ ബില്ല് നോക്കിയിരുന്നു. 1 നൂറ്റാണ്ടിലധികമായി തുടരുന്ന സഭാ തർക്കം തീർക്കാൻ യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികൾ തന്നെ മുൻകൈയെടുക്കണം. സഭാ നേതൃത്വങ്ങൾ സമ്മതിക്കില്ല. പരിഷ്കൃത സമൂഹത്തിൽ ശവം പിടിച്ചു പറയും പള്ളിപിടുത്തവും ക്രിസ്ത്യാനിക്ക് ഭൂഷണമല്ല. ഇതര ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കും തർക്കം തീർക്കാൻ ഉത്സാഹമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സാബു എം ജേക്കബിന് ഒരവസരം നൽകണമെന്നാണ് അൽമായ ഫോറം ആവശ്യപ്പെടുന്നത്. മുഖപക്ഷം കൂടാതെ അദ്ദേഹം രമ്യമായ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഉറച്ച വിശ്വാസം.